യൂദിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളും എടുത്ത് ഒരു നേതാവിന്റെ കീഴിൽ പട്ടണം കടന്ന് അസീറിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ ആയുധങ്ങളും എടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും. അവർ ഉടനെ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് ഓടും. പക്ഷേ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹ്വലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപേ അമ്മോന്യനായ ആഖ്യോറിനെ ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന പോലെ തന്നെ നമ്മുടെ അടുക്കലേക്ക് അയച്ചവനും ആയ മനുഷ്യനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ. അവർ ആഖ്യോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദത്തിന്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. ഏത് രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ ഭയചകിതരാകും. ആ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്നും പറഞ്ഞാലും. അപ്പോൾ യൂദിത്ത് താൻ അവരെ പിരിഞ്ഞുപോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനത്തിന്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പ് വിളിക്കുകയും നഗരമാകെ ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖ്യോർ ദൈവത്തിന്റെ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. ഇന്നും അങ്ങനെ തുടരുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോളോഫർണസിന്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാധിപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റു പടത്തലവന്മാർ, ഗണഗായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലെത്തി അവന്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനെ ഉണർത്തുക. ഇതാ, ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ബെഗോവാസ് അകത്ത് പ്രവേശിച്ച കൂടാരവാതിൽ മുട്ടെ. അവൻ യൂദത്തിന്റെ കൂടെ ഉറങ്ങുകയാണെന്നത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കാകിയാൽ അവൻ വാതിൽ തുറങ്ങുന്ന ഉറക്കറയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർണസ് ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി അവളെ കാണാത്തതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ആ ഹെബ്രായക്കാരി നബൂഖദ്നേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ, ഹോളോഫർണസ് നിലത്ത് കിടക്കുന്നു. അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു.